ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സവാളപ്പുട്ടാണ് തയ്യാറാക്കുന്നത്. കറിയൊന്നുമില്ലാത്ത ദിവസം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാമല്ലോ. പുട്ടിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞത്, അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിടി അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇവിടെ സവാള ചേർത്തിട്ട് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം റാഗിപ്പൊടിയോ അരിപ്പൊടിയോ ഒക്കെ ചേർത്ത് ഈ പുട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. സവോളയിൽ നിന്നും മല്ലിയിലയിൽ നിന്നും ഒക്കെ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ ഇത് ചെറുതായിട്ടൊരു നനവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം തളിച്ച് ഇതൊന്ന് നനച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടിപ്പോകും കേട്ടോ. കുറേശ്ശെ വെള്ളം തളിച്ചാണ് ഞാനിത് നനച്ചെടുക്കുന്നത്. മതി. ഇപ്പോൾ ഞാനിത് പാകത്തിന് നനച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരു പൊട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഈ സവാളപ്പുട്ടിൻ്റെ മിക്സ് ഇതിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റോളം ആവി കയറി ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്നുമില്ലാത്ത ദിവസം തയ്യാറാക്കാവുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു പുട്ടാണിത്. അപ്പോൾ നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.